ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നുണ്ടല്ലോ വെളുത്തുള്ളി അച്ചാർ ഇടുന്ന വീഡിയോ ആണേ. അന്നപ്പം ആദ്യം ഞാനിന്ന് മെയിനായിട്ടും ഗ്യാസിലല്ല ഉണ്ടാക്കുന്നത്, അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്, വിറകടുപ്പിലെ. അപ്പം രാവിലെ മുതൽ വിറകെല്ലാം ഇങ്ങനെ വിറകും മറ്റേ പൂളും എല്ലാം അടുപ്പിൻ്റെ അവിടെയൊക്കെ വെച്ച് ഇങ്ങനെ ചൂടൊക്കെ ആക്കിയൊക്കെ ഒന്ന് സെറ്റാക്കുമായിരുന്നല്ലോ. പിന്നെ പുകയുടെ വിഷയം വരും, കത്താനും പാട് വരത്തില്ലേ. അപ്പം എന്താ, ഞാൻ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വഴറ്റി കഴിഞ്ഞ് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കേട്ടോ. വെളുത്തുള്ളി മെയിനായിട്ടും വിറകടുപ്പിൽ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഒരു 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 മണിക്കൂറെങ്കിലും വേണം ഇതൊന്ന് വഴറ്റി സെറ്റാക്കാൻ, അല്ല വേഗത്തിൽ. ആദ്യം ഞാൻ വെച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നേ. ഗ്യാസേ വെച്ചപ്പോഴത്തേക്കും അതിങ്ങനെ പച്ച പോലെ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഉണ്ടാക്കിയത് ഏതായാലും അൽഹംദുലില്ലാ നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല വെളുത്തുള്ളി നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം ഇതിപ്പം കുറേ നേരം വഴറ്റേണ്ടതുണ്ട്, ഗ്യാസ് നമുക്ക് മുതലാകത്തില്ല. അതുകൊണ്ട് അടുപ്പത്താണ് വെച്ചത്. അതുമല്ല, ഈ നീണ്ടാര്യത്തിൻ്റെ ചട്ടി ഉരുളിയാണ്, അത് ചൂടാകാൻ കുറേ നേരം പിടിക്കും. അപ്പോൾ അടുപ്പത്തായപ്പോഴത്തേക്കും പെട്ടെന്ന് അത് ചൂടായി. അപ്പോൾ ഞാൻ കുറേ നേരം ഇട്ട് വഴറ്റി കഴിഞ്ഞ് അതിലേക്ക് മസാല എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം മസാല ചേർത്ത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി ഒക്കെ കൊടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഇളക്കി പെറുക്കി എല്ലാം കൊടുത്ത്. അപ്പോൾ അടുപ്പത്തായതുകൊണ്ട് വലിയ ഒരു വയറിൻ്റെ അവിടെ ഒരു ചൂടടിക്കുകയല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങൾ തോന്നുന്നില്ല. എനിക്ക് ഗ്യാസ് ഒത്തിരി പോകുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നാമത് മെയിനായിട്ട് നമുക്ക് ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് എൻ്റെ ബുക്കായിട്ടുമില്ല, സമയമായില്ലേ. അപ്പോൾ തീരാറുമായി, ഗ്യാസ് തീർന്നാൽ പണി കിട്ടുമല്ലോ എന്ന് ഓർത്താണ് അടുപ്പത്തോട്ടാക്കിയത്. പിന്നെ വീട്ടിലത്തെ ആവശ്യത്തിനാണല്ലോ ഒരുവിധപ്പെട്ടൊക്കെ ഞാൻ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അതിലേക്ക് ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുക്കുവാണേ. മറ്റ് അച്ചാറുകളെ പോലല്ല വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ ശകലം ക്ഷമയും കൂടെ വേണം, എങ്കിലും ഉള്ളൂ വെളുത്തുള്ളി അച്ചാർ ഒന്ന് സെറ്റായി വരത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി കുറേ നേരം ഇട്ട് വഴറ്റണമല്ലോ. അപ്പം വെളുത്തുള്ളി അച്ചാറും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് സ്റ്റോക്കുള്ളത് വെളുത്തുള്ളിയും റംബൂട്ടാനും ചിക്കനും മാങ്ങായും നാരങ്ങായും കേട്ടോ. അപ്പം അച്ചാറിന് വേണ്ടവർ വിളിച്ചാൽ മതി, ഞാൻ ഇതിനകത്ത് നമ്പർ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പം അച്ചാറെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ അടുത്തുള്ളവർക്കൊക്കെ നമ്മൾ വിളിച്ച് വരുമ്പോൾ കൊണ്ടു കൊടുക്കും. അടുത്തുള്ളതല്ല, പൊൻകുന്നത്തുള്ളവർക്ക് കൊണ്ടു കൊടുക്കുകയോ ചെയ്തു കേട്ടോ. പിന്നെ അതിലേക്കും ദൂരെയൊക്കെ ഉള്ളവർക്ക് കൊറിയറൊക്കെ അയച്ച് കൊടുക്കുവേ. അപ്പം വേണ്ടവരൊക്കെ ഓർഡർ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കല്ലേ. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഓർഡറുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം, ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്ന കേട്ടോ. പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഇവിടെ ഞങ്ങളുടെ നാട്ടിലെ കാഞ്ഞിരപ്പള്ളിയിൽ പൊതുവെ കാഞ്ഞിരപ്പള്ളിക്കാർ കണ്ട് കുറ്റം പറഞ്ഞിട്ടോ അല്ലെ വിഷമിച്ചിട്ടോ ഒന്നും കാര്യമില്ല. പൊതുവെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടരാട്ടോ. പൊതുവെ ആരും ആർക്കും സപ്പോർട്ട് ചെയ്യത്തില്ല. അവരവർ തന്നെ വഴിവെട്ടി വന്നെന്ന് പറയത്തില്ലേ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്ലച്ച് പിടിച്ചാലേ ഉള്ളൂ മനുഷ്യർ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും സപ്പോർട്ട് ചെയ്യത്തില്ല. അങ്ങനെ ഒരു പ്രത്യേക തരം ആൾക്കാരാട്ടോ എൻ്റെ അനുഭവത്തിൽ. ഞാൻ ഇപ്പോൾ എന്നോട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ മേടിക്കുകയും പറക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലും പറയുവാണെങ്കിൽ ആവശ്യത്തോട്ടേ മൈൻഡ് ചെയ്യത്തില്ല. കൂടുതലും നമ്മുടെ സ്വന്തക്കാരാട്ടോ. പിന്നെയും നമുക്ക് പരിചയക്കാരും വെറുതെക്കാരൊക്കെ പിന്നെയും നമുക്കൊരു സപ്പോർട്ട് ചെയ്യും. നമ്മുടെ സ്വന്തക്കാരും നമുക്ക് കൂടുതലും സപ്പോർട്ട് ചെയ്യത്തില്ല. അതല്ലേലും അങ്ങനെയാണല്ലോ, എല്ലാ കുടുംബത്തിലും അങ്ങനെയാണല്ലോ. കാണുമ്പോൾ ഭയങ്കര ഒലിപ്പീരും ഒക്കെ ആണെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ നന്നാകുന്നത് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ലല്ലോ, അങ്ങോട്ട് ദഹിക്കത്തില്ലല്ലോ. എപ്പോഴും നമ്മളിങ്ങനെ അവരുടെയൊക്കെ മുമ്പിൽ പോയി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കൈ നീട്ടി നിൽക്കുന്നതാണല്ലോ. അപ്പം നമ്മളെ ആട്ടാനും ഒക്കെ ഭയങ്കര എളുപ്പമാണല്ലോ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് മനുഷ്യന്മാരാട്ടോ നമുക്ക് ചുറ്റുമുള്ളത്. അപ്പം ആരെയും കുറ്റം പറഞ്ഞല്ല, ശരിക്കും നടക്കുന്നൊരു വാസ്തവം ഞാൻ പറഞ്ഞ കേട്ടോ. അപ്പം നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. അച്ചാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. പിന്നെ അച്ചാർ വേണ്ടവരൊക്കെ ഒന്ന് ഓർഡർ ചെയ്യണം കേട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കുറേ പ്രസ്ഥാനം തുടങ്ങി എല്ലാത്തിലും പരാജയമായിരുന്നു.